AKR-based ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. CPO എക്സാമിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കിൽ നിന്ന് PSC കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുള്ള 20 ക്വസ്റ്റ്യൻസാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. 1860 ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം അപക്യമായ തിരിച്ചറിവ് ഏത് പ്രായത്തിനിടയിലാണ്? 7 മുതൽ 12 വരെ. 1860 ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം അപക്യമായ തിരിച്ചറിവ് ഏത് പ്രായത്തിനിടയിലാണ്? 7 മുതൽ 12 വരെ. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ ബലാത്സംഗത്തിൻ്റെ ശിക്ഷ ഏത് വകുപ്പിലാണ് പറയുന്നത്? 376. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ ബലാത്സംഗത്തിൻ്റെ ശിക്ഷ ഏത് വകുപ്പിലാണ് പറയുന്നത്? 376. ഇന്ത്യൻ ശിക്ഷാ നിയമം 326A വകുപ്പ് എന്തിനെ പ്രതിപാദിക്കുന്നു? ആസിഡ് ആക്രമണം. ഇന്ത്യൻ ശിക്ഷാ നിയമം 326A വകുപ്പ് എന്തിനെ പ്രതിപാദിക്കുന്നു? ആസിഡ് ആക്രമണം. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ സ്വയരക്ഷാ അവകാശത്തെക്കുറിച്ച് ശരിയായ വസ്തുത താഴെ പറയുന്നതിൽ ഏതാണ്? ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 99-ാം വകുപ്പ് പ്രതിപാദിച്ചിട്ടുള്ള നിയന്ത്രണങ്ങൾക്ക് വിധേയമാണ്. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ സ്വയരക്ഷാ അവകാശത്തെക്കുറിച്ച് ശരിയായ വസ്തുത ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 99-ാം വകുപ്പിൽ പ്രതിപാദിച്ചിട്ടുള്ള നിയന്ത്രണങ്ങൾക്ക് വിധേയമാണ്. FIR-നെ കുറിച്ച് ക്രിമിനൽ നടപടി ചട്ടത്തിൽ പ്രതിപാദിക്കുന്ന വകുപ്പ് 154. FIR-നെ കുറിച്ച് ക്രിമിനൽ നടപടി ചട്ടത്തിൽ പ്രതിപാദിക്കുന്ന വകുപ്പ് 154. ക്രിമിനൽ നടപടി ചട്ടപ്രകാരം വാറന്റില്ലാതെ ഒരു വ്യക്തിയെ കസ്റ്റഡിയിൽ സൂക്ഷിക്കാൻ കഴിയുന്ന സമയപരിധി 24 മണിക്കൂർ. ക്രിമിനൽ നടപടി ചട്ടപ്രകാരം വാറന്റില്ലാതെ ഒരു വ്യക്തിയെ കസ്റ്റഡിയിൽ സൂക്ഷിക്കാൻ കഴിയുന്ന സമയപരിധി 24 മണിക്കൂർ. ക്രിമിനൽ നടപടി ചട്ടത്തിൽ വകുപ്പ് 2A പ്രകാരം അന്വേഷണം എന്നതിൽ പെടാത്തത് ഏത്? മജിസ്ട്രേറ്റ് തെളിവ് ശേഖരിക്കുന്നത്. ക്രിമിനൽ നടപടി ചട്ടത്തിൽ വകുപ്പ് 2A പ്രകാരം അന്വേഷണം എന്നതിൽ ഉൾപ്പെടാത്തത് മജിസ്ട്രേറ്റ് തെളിവുകൾ ശേഖരിക്കുന്നത്. മരണമൊഴി തെളിവായി സ്വീകാര്യമാവുന്നത് ആരുടെ മുന്നിൽ പ്രസ്താവിക്കുമ്പോഴാണ്? പോലീസ് ഉദ്യോഗസ്ഥൻ, മജിസ്ട്രേറ്റ്, ഡോക്ടർ ഇവരുടെ 3 പേരുടെയും മുന്നിൽ പ്രസ്താവിക്കുമ്പോഴും മരണമൊഴി തെളിവായി സ്വീകരിക്കാവുന്നതാണ്. ആൻസർ ഓപ്ഷൻ ഡി, ഓൾ ദി അബവ്. ഇന്ത്യൻ തെളിവ് നിയമത്തിലെ 27-ാം വകുപ്പ് എന്തിന് ബാധകമാണ്? വസ്തുത കണ്ടെത്തൽ. ഇന്ത്യൻ തെളിവ് നിയമത്തിലെ 27-ാം വകുപ്പ് എന്തിന് ബാധകമാണ്? വസ്തുത കണ്ടെത്തൽ. ഓരോ പൗരനും കാര്യക്ഷമമായ പോലീസ് സേവനത്തിനുള്ള അവകാശം ഉറപ്പാക്കുന്ന വകുപ്പ് പോലീസ് നിയമത്തിൽ ഏതാണ്? 7-ാം വകുപ്പ്. ഓരോ പൗരനും കാര്യക്ഷമമായ പോലീസ് സേവനത്തിനുള്ള അവകാശം ഉറപ്പാക്കുന്ന വകുപ്പ് പോലീസ് നിയമത്തിൽ ഏതാണ്? 7-ാം വകുപ്പ്. കേരള പോലീസ് നിയമം 8(1) വകുപ്പ് പ്രകാരം പൊതുജനങ്ങൾക്ക് പരാതി നൽകുവാൻ പോലീസ് സ്റ്റേഷനിൽ പ്രവേശിക്കാവുന്ന സമയം ഏതു സമയത്തും പ്രവേശിക്കാം. കേരള പോലീസ് നിയമം 8(1) വകുപ്പ് പ്രകാരം പൊതുജനങ്ങൾക്ക് പരാതി നൽകുവാൻ പോലീസ് സ്റ്റേഷനിൽ പ്രവേശിക്കാവുന്ന സമയം ഏതു സമയത്തും പ്രവേശിക്കാം. ഡ്യൂട്ടിയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ പൊതുജനങ്ങളോട് പാലിക്കേണ്ട കാര്യങ്ങൾ പോലീസ് നിയമപ്രകാരം എന്താണ്? മര്യാദയും ഔചിത്യവും, അവസരോചിതമായ സഹാനുഭൂതിയും, സഭ്യവും മാന്യവുമായ ഭാഷയും. ഇത് 3ഉം കറക്റ്റാണ്. മര്യാദയും ഔചിത്യവും, അവസരോചിതമായ സഹാനുഭൂതിയും, സഭ്യവും മാന്യവുമായ ഭാഷയും. കേന്ദ്ര ഗവൺമെൻറ് ഒഫീഷ്യൽ ഗസറ്റിൽ പരാമർശിച്ചിട്ടുള്ള ലഹരി പദാർത്ഥങ്ങൾ കഴിക്കുന്നതിന് NDPS ആക്റ്റിൽ പറഞ്ഞിട്ടുള്ള പരമാവധി ശിക്ഷ എന്ത്? 1 വർഷത്തെ കഠിന തടവ്. കേന്ദ്ര ഗവൺമെൻറ് ഒഫീഷ്യൽ ഗസറ്റിൽ പരാമർശിച്ചിട്ടുള്ള ലഹരി പദാർത്ഥങ്ങൾ കഴിക്കുന്നതിന് NDPS ആക്റ്റിൽ പറഞ്ഞിട്ടുള്ള പരമാവധി ശിക്ഷ 1 വർഷത്തെ കഠിന തടവ്. സ്വന്തം ഭൂമിയിൽ മറ്റൊരാളെ NDPS ആക്ട് പ്രകാരം കുറ്റം ചെയ്യാൻ അനുവദിക്കുന്ന വ്യക്തിക്ക് എന്ത് ശിക്ഷയാണ് ലഭിക്കാവുന്നത്? ആ കുറ്റത്തിന് ലഭിക്കുന്ന ശിക്ഷ എന്താണോ ആ ശിക്ഷയാണ് ലഭിക്കും. സ്വന്തം ഭൂമിയിൽ മറ്റൊരാളെ NDPS ആക്ട് പ്രകാരം കുറ്റം ചെയ്യുവാൻ അനുവദിക്കുന്ന വ്യക്തിക്ക് എന്ത് ശിക്ഷയാണ് ലഭിക്കുന്നത്? ആ കുറ്റത്തിന് എന്ത് ശിക്ഷയാണോ ലഭിക്കുന്നത് അതേ ശിക്ഷ തന്നെയാണ് ഇവിടെ ലഭിക്കുന്നത്.
പോക്സോ നിയമപ്രകാരം ലൈംഗിക ചിന്തയോടെ ഒരു കുട്ടിയുടെ ശരീരഭാഗങ്ങൾ സ്പർശിക്കുക വഴി ലൈംഗിക അതിക്രമണം ചെയ്യുന്ന വ്യക്തിക്ക് ലഭിക്കാവുന്ന കുറഞ്ഞ ശിക്ഷ എന്ത്? 3 വർഷം തടവ്. പോക്സോ നിയമപ്രകാരം ലൈംഗിക ചിന്തയോടെ ഒരു കുട്ടിയുടെ ശരീരഭാഗങ്ങൾ സ്പർശിക്കുക വഴി ലൈംഗിക അതിക്രമം ചെയ്യുന്ന വ്യക്തിക്ക് ലഭിക്കാവുന്ന കുറഞ്ഞ ശിക്ഷ 3 വർഷം തടവ്. പോക്സോ ആക്ട് പ്രകാരം ഒരു മുതിർന്ന വ്യക്തിയെ അപമാനപ്പെടുത്തണമെന്ന ദുരുദ്ദേശത്തോടെ അയാൾ ഏതെങ്കിലും കുട്ടിയോട് ലൈംഗിക അതിക്രമം ചെയ്തെന്ന കള്ളപ്പരാതി നൽകുന്നയാൾക്ക് ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ 6 മാസം തടവ്. പോക്സോ ആക്ട് പ്രകാരം ഒരു മുതിർന്ന വ്യക്തിയെ അപമാനപ്പെടുത്തണമെന്ന ദുരുദ്ദേശത്തോടെ അയാൾ ഏതെങ്കിലും കുട്ടിയോട് ലൈംഗിക അതിക്രമം ചെയ്തെന്ന കള്ളപ്പരാതി നൽകുന്നയാൾക്ക് ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ 6 മാസം തടവ്. IT ആക്ട് പ്രകാരം ഒരാളുടെ യൂസർ നെയിം, പാസ്വേഡ് മുതലായവ ചോർത്തുകയും ഉപയോഗിക്കുകയും ചെയ്യുന്നതിന് ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ 3 വർഷത്തെ തടവ്. IT ആക്ട് പ്രകാരം ഒരാളുടെ യൂസർ നെയിം, പാസ്വേഡ് മുതലായവ ചോർത്തുകയും ഉപയോഗിക്കുകയും ചെയ്യുന്നതിന് ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ 3 വർഷത്തെ തടവ്. ഇലക്ട്രോണിക് രൂപത്തിൽ കുട്ടികളെ സംബന്ധിക്കുന്ന അശ്ലീലം പ്രദർശിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന വ്യക്തിക്ക് തുടർച്ചയായി കുറ്റക്കാരനാണെന്ന് കാണുകയാണെങ്കിൽ IT ആക്ട് പ്രകാരം ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ 7 വർഷ തടവും 10 ലക്ഷം പിഴയും. ഇലക്ട്രോണിക് രൂപത്തിൽ കുട്ടികളെ സംബന്ധിക്കുന്ന അശ്ലീലം പ്രദർശിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന വ്യക്തിക്ക് തുടർച്ചയായി കുറ്റക്കാരനാണെന്ന് കാണുകയാണെങ്കിൽ IT ആക്ട് പ്രകാരം ലഭിക്കാവുന്ന പരമാവധി ശിക്ഷയാണ് 7 വർഷ തടവും 10 ലക്ഷം പിഴയും. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് 2005 പ്രകാരം മൂന്നാം കക്ഷിക്ക് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർമാരിൽ നിന്ന് ഏതെങ്കിലും വിവരത്തിൻ്റെയോ രേഖയുടെയോ സംബന്ധിച്ച് നോട്ടീസ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ എത്ര ദിവസത്തിനകം അദ്ദേഹത്തിന് നിർദ്ദിഷ്ട വെളിപ്പെടുത്തലിനെതിരെ പരാതി നൽകാം? നോട്ടീസ് ലഭിച്ച് 10 ദിവസത്തിനകം. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് 2005 പ്രകാരം മൂന്നാം കക്ഷിക്ക് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർമാരിൽ നിന്ന് ഏതെങ്കിലും വിവരത്തിൻ്റെയോ രേഖയുടെയോ സംബന്ധിച്ച് നോട്ടീസ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ എത്ര ദിവസത്തിനകം അദ്ദേഹത്തിന് നിർദ്ദിഷ്ട വെളിപ്പെടുത്തലിനെതിരെ പരാതി നൽകാം? നോട്ടീസ് ലഭിച്ച് 10 ദിവസത്തിനകം. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് 2005 പ്രകാരം സംസ്ഥാന പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് ചില സംഗതികളിൽ പ്രാപ്യത നിരസിക്കാനുള്ള അധികാരം നൽകിയിരിക്കുന്ന വകുപ്പ് 9. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് 2005 പ്രകാരം സംസ്ഥാന പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് ചില സംഗതികളിൽ പ്രാപ്യത നിരസിക്കാനുള്ള അധികാരം നൽകിയിരിക്കുന്ന വകുപ്പ് 9. നമ്മൾ ഡിസ്കസ് ചെയ്ത് പോലീസ് കോൺസ്റ്റബിൾ എക്സാമിൻ്റെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യനെല്ലാം ശ്രദ്ധിച്ച് പഠിക്കുക. ക്ലാസ് ഇഷ്ടപ്പെടുന്ന ക്ലാസ്സിന് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യുക. നെക്സ്റ്റ് ക്ലാസ് നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.